നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് 7 ക്ലാസ്സിലെ ആദിത്യർത്ത. ഈ വർഷത്തെ സ്കൂൾ കായികമേള വളരെ ശ്രദ്ധേയമായി നടന്നു. സെപ്റ്റംബർ 2-ന് സ്കൂൾ കായികമേള നടന്നു. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ 4 ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു മത്സരം. നാഷണൽ മീറ്റിൽ ഗോൾഡ് മെഡൽ നേടിയ പ്രശസ്ത കായിക താരവും GMUPS ഒഴുകൂരിലെ അധ്യാപകനുമായ ശ്രീ പത്മനാഭൻ സാർ സ്കൂൾ കായികമേള ഉദ്ഘാടനം ചെയ്തു. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ ഗ്രീൻ ഹൗസ് 1-ാം സ്ഥാനവും ബ്ലൂ ഹൗസ് 2-ാം സ്ഥാനവും യെല്ലോ ഹൗസ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കലോത്സവങ്ങളിലെ രാജ്ഞിയായി സ്കൂൾ കലാമേള ഒക്ടോബർ 4-5 തീയതികളിലായി അരങ്ങേറി. വളരെ വാശിയോടെയാണ് ഈ വർഷത്തെ സ്കൂൾ കലോത്സവം നൂപുരം 2024 അരങ്ങേറിയത്. ഒക്ടോബർ 4-5 തീയതികളിലായി നടന്ന സ്കൂൾ കലോത്സവത്തിൻ്റെ ആദ്യ ദിനത്തിൽ സംഘഗാനം, ഇംഗ്ലീഷ് സ്കീറ്റ് തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടന്നത്. 2 സ്റ്റേജുകളിലായാണ് പരിപാടികൾ പൂർത്തിയായത്. വാശിയേറിയ അറബിക് കലോത്സവത്തിൽ ബ്ലൂ ഹൗസ് 1-ാം സ്ഥാനവും യെല്ലോ ഹൗസ് 2-ാം സ്ഥാനവും ഗ്രീൻ ഹൗസ് 3-ാം സ്ഥാനവും റെഡ് ഹൗസ് 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന 2-ാം ദിനത്തിൽ ഒപ്പന, തിരുവാതിര, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടന്നത്. 2-ാം ദിനം അവസാനിച്ചപ്പോൾ ഗ്രീൻ ഹൗസ് 1-ാം സ്ഥാനവും യെല്ലോ ഹൗസ് 2-ാം സ്ഥാനവും ബ്ലൂ ഹൗസ് 3-ാം സ്ഥാനവും റെഡ് ഹൗസ് 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. 2024-25 അധ്യയന വർഷത്തെ ഓണപരീക്ഷ സെപ്റ്റംബർ 4 മുതൽ ആരംഭിച്ചു. VPUP സ്കൂൾ വിളയിൽ പറപ്പൂർ 5, 6, 7 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഓണപരീക്ഷ നടന്നു. വിദ്യാർത്ഥികളുടെ പഠന മികവ് അറിയുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നതായിരുന്നു ഓണപരീക്ഷ. സെപ്റ്റംബർ ആദ്യവാരത്തിൽ രാവിലെയും ഉച്ചയ്ക്കുമായി അധ്യാപകരുടെ സഹായത്തോടെയാണ് സമയക്രമം പാലിച്ചുകൊണ്ടാണ് പരീക്ഷകൾ നടന്നത്. എല്ലാ വിദ്യാർത്ഥികളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി സമ്മാനങ്ങൾ നൽകി. കള്ളവും ചതിയുമില്ലാത്ത പുലിക്കളിയും പൂക്കള മത്സരവുമായി ശ്രാവണം 2024 സ്കൂൾ ഓണാഘോഷം അരങ്ങേറി. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ശ്രാവണം 2024 അതിഗംഭീരമായി തന്നെ നടന്നു. ഒരാഴ്ചയിലേറെ നീണ്ടുനിന്ന ഓണപരീക്ഷയ്ക്കു ശേഷം സെപ്റ്റംബർ 13-ാം തീയതിയാണ് ഓണാഘോഷ പരിപാടികൾ അരങ്ങേറിയത്. ഉയരങ്ങളുടെ കൊടുമുടികൾ താണ്ടാൻ സ്പോർട്സ് പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. സബ് ജില്ലാ മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിൽ കായിക പരിശീലന ക്യാമ്പ് തുടക്കം കുറിച്ചത്. സ്കൂൾ കായിക അധ്യാപകൻ ഏലിയാസ് മാഷിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഇനി വരുന്ന ക്യാമ്പുകളിൽ കുട്ടികൾക്കായി പരിശീലനം ചെയ്യാനെത്തുന്നത് ശ്രീ ടി പത്മനാഭൻ മാസ്റ്ററാണ്. 1-ാം പാദവാർഷിക പരീക്ഷയുടെ ഭാഗമായി കുട്ടികളിലെ പഠന മികവ് തെളിയിക്കുന്നതിനായി CPTA മീറ്റിംഗ് നടന്നു. 1-ാം പാദവാർഷിക പരീക്ഷയ്ക്കു ശേഷമുള്ള CPTA യോഗം 2024 സെപ്റ്റംബർ 17-ാം തീയതി ഉച്ചയ്ക്ക് വിവിധ ക്ലാസുകളിൽ വെച്ച് ചേർന്നു. ഈ വർഷത്തെ 2ാമത്തെ CPTA യോഗമാണ് ചേർന്നത്. മുഴുവൻ വിഷയങ്ങളിലും A ഗ്രേഡ് കിട്ടിയവർക്കുള്ള സമ്മാനദാനവും മീറ്റിംഗിൽ നടന്നു. സബ് ജില്ലാ തലങ്ങളിൽ തിളങ്ങുന്ന വിജയം കാഴ്ചവെച്ച് സംസ്കൃതം രാമായണ പ്രശ്നോത്തരി. ഒക്ടോബർ 4-5 ദിവസങ്ങളിൽ നടന്ന സംസ്കൃത രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ 1-ാം സ്ഥാനം 7C ക്ലാസ്സിലെ ആദിത്യയ്ക്കും 7C ക്ലാസ്സിലെ കാർത്തികയ്ക്കും ലഭിച്ചു. തുടർന്ന് നടന്ന സബ് ജില്ലാതല മത്സരത്തിൽ ആദിത്യയ്ക്ക് 1-ാം സ്ഥാനവും കാർത്തികയ്ക്ക് 2-ാം സ്ഥാനവും ലഭിച്ചു. തുടർന്ന് നടന്ന ജില്ലാതല മത്സരത്തിൽ കാർത്തിക 3-ാം സ്ഥാനം നേടി സ്കൂളിന്റെ അഭിമാനമായി മാറി. ഏറെ ശ്രദ്ധയാകർഷിച്ച് ഈ വർഷത്തെ സ്കൂൾ പ്രവൃത്തി പരിചയമേള അതിഗംഭീരമായി നടന്നു. ഈ വർഷത്തെ സ്കൂൾ പ്രവൃത്തി പരിചയമേള ഒക്ടോബർ 1-ാം തീയതി സ്കൂളിൽ വെച്ച് നടന്നു. യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ എന്നിങ്ങനെ വിവിധ ഹൗസുകളാക്കി തിരിഞ്ഞ് നടത്തിയ വാശിയേറിയ മത്സരത്തിൽ വിവിധ ഹൗസുകളിൽ നിന്ന് ധാരാളം പേർ പങ്കെടുത്തു. മത്സരത്തിൽ ബ്ലൂ ഹൗസ് 1-ാം സ്ഥാനവും യെല്ലോ ഹൗസ് 2-ാം സ്ഥാനവും റെഡ് ഹൗസ് 3-ാം സ്ഥാനവും ഗ്രീൻ ഹൗസ് 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാരംഗം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തല വാഗ്മയം ഭാഷാ പ്രതിഭ പരീക്ഷ നടന്നു. ഭാഷാ പ്രതിഭകളെ കണ്ടെത്താൻ വാഗ്മയം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി നടപ്പാക്കുന്ന ഭാഷാ പ്രതിഭകൾക്കായുള്ള പരിപാടിയാണ് വാഗ്മയം. മലയാള ഭാഷയിലെ കുട്ടികളുടെ അഭിരുചി എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ എഴുത്തു പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 50-ലേറെ കുട്ടികൾ പങ്കെടുത്തു. അതിൽ നിന്നും 7A ക്ലാസ്സിലെ സ്നിഗ്ധ, 6C ക്ലാസ്സിലെ ദേവനന്ദ എന്നിവർ ഉപജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടി.
എല്ലാവരും ഒരു കുടക്കീഴിൽ. പരീക്ഷയിൽ തിളങ്ങുന്ന വിജയം കാഴ്ചവെക്കാനായി പാഠഭാഗങ്ങൾക്കുള്ളിലൂടെ ഒരിക്കൽ കൂടി. ഓണപ്പരീക്ഷയിൽ ബി ഗ്രേഡിനു താഴെ ഗ്രേഡുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് നേടാൻ അവസരം നൽകിയ അധ്യാപകർ ഇതിനായി CDE ഗ്രേഡുകൾ ലഭിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് മുഴുവൻ വിഷയങ്ങളിലെയും യൂണിറ്റ് അടിസ്ഥാനത്തിൽ മോഡൽ ക്വസ്റ്റ്യനുകൾ കൈമാറി വീണ്ടും മെച്ചപ്പെട്ട രീതിയിൽ പാഠങ്ങൾ പഠിക്കാൻ അവസരം കൊടുത്തു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.